കോളേജിലെ അവസാനത്തെ ദിവസം. ഓർമ്മകൾ ഓട്ടോഗ്രാഫുകളിൽ നിറയുന്ന പിരിയുന്നതിന്റെ വേദനയും പുതിയ തുടക്കത്തിന്റെ ആവേശവും ഒന്നിക്കുന്ന ഒരു സങ്കീർണ ദിനം. ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് രാജേഷും സെലിനും ആദ്യമായി പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. നമുക്ക് കോണ്ടാക്റ്റിലിരിക്കാം, തിരക്കിനിടയിൽ രാജേഷ് പറഞ്ഞു. സെലിൻ തലയാട്ടി. അവർ ഫോൺ നമ്പറുകൾ കൈമാറി. ആ നിമിഷം അതൊരു സാധാരണ വാക്കുപറച്ചിൽ മാത്രമായിരുന്നു. ഭാവിയിൽ അതവരുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. കോളേജ് ജീവിതം അവസാനിച്ചു. ഒറ്റപ്പെടലിന്റെ ആദ്യ നാളുകളിൽ അവരുടെ ഫോൺ വിളികൾ ഒരു ശീലമായി. ജോലിക്കായുള്ള അലച്ചിലിനിടയിൽ അവർ പരസ്പരം ധൈര്യം പകർന്നു. ആ ഫോൺ കോളുകൾ വെറും സൗഹൃദം മാത്രമായിരുന്നില്ല, അതൊരു കൂട്ടായ്മയായിരുന്നു. ഒരാൾ തളരുമ്പോൾ മറ്റൊരാൾ താങ്ങായി. അവരുടെ സ്വപ്നങ്ങൾക്ക് ഒരേ നിറമായിരുന്നു. ഒരു ദിവസം ചെന്നൈയിലെ ഒരു വലിയ കമ്പനിയിൽ അവസരം വന്നപ്പോൾ രാജേഷ് ആദ്യം വിളിച്ചത് സെലിനെയാണ്. സെലിൻ, ഇത് നമുക്കുള്ള ജോലിയാണ്. നമ്മൾ രണ്ടുപേരും ശ്രമിക്കണം, അവൻ ഉറപ്പിച്ചു പറഞ്ഞു. മാസങ്ങൾക്കുശേഷം ഒരേ കമ്പനിയുടെ ഓഫർ ലെറ്റർ രണ്ടുപേരുടെയും കയ്യിലിരുന്നു. കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് ഒരു പുതിയ ജീവിതം പറിച്ചുനടാൻ അവർ ഒരുമിച്ചാണ് തീരുമാനിച്ചത്. അതൊരു പുതിയ തുടക്കമായിരുന്നു. ചെന്നൈയിലെ തിരക്കേറിയ ജീവിതം, പുതിയ നഗരം, പുതിയ ജോലി, പുതിയ വെല്ലുവിളികൾ. ഈ അപരിചിതത്വത്തിൽ അവർ പരസ്പരം തണലായി. വൈകുന്നേരങ്ങളിൽ മറീന ബീച്ചിലെ കാറ്റും കൊണ്ടുള്ള അവരുടെ സംസാരങ്ങൾ നീണ്ടുപോയി. ജോലിയുടെ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഒരുമിച്ചുള്ള ചായകുടിയും ചെറിയ യാത്രകളും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി. സൗഹൃദത്തിന്റെ അതിർവരമ്പുകൾ എപ്പോഴോ മാഞ്ഞുപോയത് അവർ അറിയാതെ പോയി. ഒരു മഴയുള്ള വൈകുന്നേരം ഓഫീസിൽ നിന്ന് മടങ്ങുമ്പോൾ രാജേഷ് അവളുടെ കൈയിൽ പിടിച്ചു. സെലിൻ, എനിക്കിത് വെറുമൊരു സൗഹൃദമല്ല, അവൻ പറഞ്ഞു. അവന്റെ കണ്ണുകളിൽ അവൾ കണ്ടത് അതുവരെ കാണാത്ത ഒരു പ്രണയമായിരുന്നു. സെലിന്റെ പുഞ്ചിരി ആ മഴയേക്കാൾ കുളിരുള്ളതായിരുന്നു. കോളേജിന്റെ അവസാന ദിവസം തുടങ്ങിയ ആ യാത്ര ചെന്നൈയിലെ ഒരു മഴയത്ത് ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയായിരുന്നു. ഒരു യഥാർത്ഥ പ്രണയകഥയുടെ തുടക്കം.